പശ്ചിമേഷ്യൻ മേഖലയിലെ ഊർജ്ജ വിതരണ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ കടുത്ത പ്രതിരോധത്തിനൊരുങ്ങി സൗദി അറേബ്യ. രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടെല്ലായ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾക്ക് നേരെ ഇനിയും പ്രകോപനമുണ്ടായാൽ സൈനികമായി തിരിച്ചടിക്കുമെന്ന് സൗദി ഉന്നത ഉദ്യോഗസ്ഥൻ മുന്നറിയിപ്പ് നൽകി. AFP റിപ്പോർട്ട് പ്രകാരം സൗദി സൈന്യം അതിർത്തികളിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലകളിലൊന്നായ റാസ് തനൂറയ്ക്ക് നേരെ കഴിഞ്ഞ ദിവസം ഇറാന്റെ വൻ ഡ്രോണാക്രമണം ഉണ്ടായി. സൗദി അറേബ്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ തന്ത്രപ്രധാനമായ കേന്ദ്രത്തെ ലക്ഷ്യമിട്ടെത്തിയ ഡ്രോണുകളെ സൗദി പ്രതിരോധ സേന വെടിവെച്ചിട്ടു. എങ്കിലും ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ ശുദ്ധീകരണശാലയ്ക്ക് മുകളിൽ പതിച്ച് വലിയ തീപിടുത്തമുണ്ടായി. ആക്രമണത്തെ തുടർന്ന് റാസ് തനൂറയുടെ ഒരു ഭാഗത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചതായി സൗദി ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ റിഫൈനറികളിൽ ഒന്നായ ഇവിടെ പ്രതിദിനം 5,50,000 വീപ്പ് എണ്ണയാണ് ശുദ്ധീകരിക്കുന്നത്. പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടത് ആഗോള വിപണിയിലെ എണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടമുണ്ടാക്കിയിട്ടുണ്ട്. സൗദി സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള എണ്ണ ഭീമനായ ആരാംകോയുടെ കീഴിലുള്ള കേന്ദ്രങ്ങളാണ് ഇറാന്റെ പ്രധാന ലക്ഷ്യം. ലോകത്തെ ഏറ്റവും വലിയ ഓയിൽ പോർട്ടുകളിൽ ഒന്ന് റാസ് തനൂറയിലാണ്. ഇവിടുത്തെ കയറ്റുമതി തടസ്സപ്പെട്ടാൽ അത് ലോകരാജ്യങ്ങളുടെ ഊർജ്ജ സുരക്ഷയെ നേരിട്ട് ബാധിക്കും.